അരിഞ്ഞെടുക്കുക. ഇതുപോലെ വീതിപ്പാട് ഒന്ന് മുറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ സ്ലൈസുകളാക്കി എടുക്കാവേ. അതിനുശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഓക്കെ, അരിഞ്ഞെടുക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുത്തേക്കാം. ആദ്യം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി കളയും. ഈ പശ ഉണ്ടല്ലോ അതങ്ങ് കഴുകി കളഞ്ഞിട്ട് ഒന്ന് ഉപ്പിയെടുക്കാം. വെള്ളം വേണ്ട. നമ്മളിത് ഉപ്പേരി ആക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഇല്ലാതെ വേണം ആക്കിയെടുക്കാൻ. നല്ലത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പൊട്ടറ്റോ നന്നായി കഴുകിയത് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവുന്നറിയില്ല, തരി വെള്ളം പോലും ഇല്ല. നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവോള, ഒരു തണ്ട് കറിവേപ്പില, 2 വെളുത്തുള്ളി, ഇത്രയും മതി. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സവോള നീളത്തിൽ നേർപ്പിച്ച് അരിഞ്ഞെടുക്കണേ. ഇതേപോലെ നേർപ്പിച്ച് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വെച്ച് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായി കുറയ്ക്കണേ. ഫ്ലെയിം നന്നായി കുറയ്ക്കണം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാമേ. നന്നായി ഇളക്കി ഒഴിച്ചു. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചിങ്ങനെ പരത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനേ. പതുക്കെ വേവണം. കാരണം ഇത് നമ്മൾ ഇടയ്ക്കും എന്താ പറയുക, നല്ല രീതിയിൽ തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വേവും. അതുകൊണ്ട് ഉടഞ്ഞു പോകും. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ കൂടുമ്പോൾ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഒത്തിരി ഇങ്ങനെ വല്ലാതെ മിക്സ് ചെയ്യരുത്. പയ്യെ ചെയ്തെടുത്താൽ മതി. കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒത്തിരി കുത്തിയൊന്നും ഇളക്കാതെ പയ്യാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും മുറിഞ്ഞു പോവാതെ നല്ല വെന്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പൊട്ടറ്റോ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രുചിയാണ്. കുഴഞ്ഞു പോവാതെ നല്ല ക്ഷമയോടുകൂടി ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.